എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹ്യൂൺസ് വായിക്കാണ്ടി വിട്ടുവെന്നും അവൻ സോളോ ചെയ്യാൻ പോവുകയാണെന്ന ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്നുണ്ട്. ഈ ന്യൂസ് കാണുമ്പോൾ ഹാജിനും ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ എത്ര ഈസി ആയിട്ടാണ് ബാഗ് പാക്ക് ചെയ്ത് നമ്മളെല്ലാവരും വീട്ടിൽ പോയെന്ന് അവൻ പറയുന്നുണ്ട്. അവനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ജിഹക്ക് പറയുമ്പോൾ, നീ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് നീ ഹാരിയെ മീറ്റ് ചെയ്യുന്നതാണ്. നീ എന്താ ഞങ്ങളോട് ഒരു കാര്യം പറയാത്തത്? എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയണമെന്ന് ഹാജിൻ പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹ്യൂൺസ് ഒരിക്കലും അവൻ്റെ ഫ്രണ്ട്സിനെ വിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഹാരി ജിഹക്കിനോട് പറയുന്നു. ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ജിഹക്ക് പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി, നിന്റെ ഗേൾഫ്രണ്ടുമായി നീ ബ്രേക്കപ്പ് ചെയ്യണം. എന്നിട്ട് മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നീ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം റിപ്പോർട്ടേഴ്സ് ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. ഒരു ടീനേജർ തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുന്ന പറയുന്നത് വലിയ കാര്യമാണ്. ഈ ന്യൂസ് വളരെ പെട്ടെന്ന് സ്പ്രെഡാകുന്നത് ഇത് അയക്കാൻ്റെ സമ്മതിച്ച് നല്ല കാര്യമല്ല. നീ ഇപ്പോൾ നിന്റെ ബാൻഡിനെ ശ്രദ്ധിക്കണം എന്ന് അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച ശേഷം ജിയുക്ക് തൻ്റെ ഫ്രണ്ട്സിനോട് നമുക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരാൻ ഹാരി വില്ലിങ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഹ്യൂൺസോ നമ്മുടെ ബാൻഡ് വിട്ടു പോയെന്ന് ക്യൂൻജങ് ചോദിക്കുന്നുണ്ട്. അവൻ എപ്പോഴും നമ്മുടെ ഈ ബാൻഡ് വിട്ടു പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വിട്ടു പോയെന്ന് ഹാജിന് പറയുന്നു. ജെങ്തോ സത്യം പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ജിയുക്ക് അവനെ തടയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഐക്യാൻഡി മെമ്പേഴ്സ് സ്കൂളിലേക്ക് വരുന്നു. സൂഹ അവരെ കാണുന്നുണ്ട്. കൂട്ടത്തിൽ ജിയുക്ക് ഉണ്ടായിരുന്നില്ല. ജിയുക്ക് എവിടെയെന്ന് ജെങ്തോട് അവൾ ചോദിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? നീ കുറച്ചു നാളത്തേക്ക് ഞങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. സൂഹ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഡൂമി അവളോട് ഹ്യൂൺസോ ഐക്യാൻഡി വിട്ടുവെന്നും ഇനി ഐക്യാൻഡിക്ക് ഒരു ഫ്യൂച്ചറും ഇല്ലെന്ന് പറയുന്നു. എന്താ സംഭവിച്ചെന്ന് സൂഹ ചോദിക്കുന്നുണ്ട്. ഐക്യാൻഡിയെ കുറിച്ച് ഒരുപാട് ന്യൂസ് സ്പ്രെഡ് ആകുന്നുണ്ട്. അവർ ഗേൾസിന്റെ കൂടെ താമസിക്കുന്നതെന്നും എപ്പോഴും ഫൈറ്റ് ചെയ്യാണെന്നും മറ്റും. ഇതെല്ലാം സംഭവിക്കുന്നത് താൻ കാരണമാണെന്നറിഞ്ഞ് സൂഹ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യൂൻജങ്ങിന്റെ മദർ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. എന്നിട്ട് അവനോട് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ബാൻഡിലെ ഒരു ഫ്രണ്ട് ഗേളിന്റെ കൂടെയാണ് താമസിക്കുന്നത്. മറ്റേയാൾ ഗാങ്സ്റ്ററിന്റെ മകൻ. വേറൊരാളാകട്ടെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു. നീ ഇനി ഇവരുടെ കൂടെ താമസിക്കണമെന്ന് അവന്റെ മദർ പറയുന്നു. താൻ വരില്ലെന്ന് ക്യൂൻജങ് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൂഹ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹാരി വരുന്നു. ജിഹുക്കിന്റെ കൂടെ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന നീ അല്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയം ജിഹുക്കിനെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. ഹ്യൂൺസോ അവരുടെ ബാൻഡ് വിട്ടു പോയി. ബാക്കിയുള്ളവരാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. ജിഹുക്ക് എന്നോട് നീയുമായി ബ്രേക്കപ്പ് ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ജിഹക്കിന്റെ മ്യൂസിക്കിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നീ വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ജിഹുക്കിന് പഴയ പോലെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും പറഞ്ഞ കാര്യം ജിയു ഓർക്കുന്നു. താൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവൻ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ടീച്ചർ എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കറക്റ്റ് സമയത്ത് സ്കൂളിൽ പോകണമെന്ന് ടീച്ചർ പറയുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് ജിഹക്കും പറയുന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ മൂഡ് ഇപ്പോഴും ഡൗൺ ആയിരുന്നു. ടീച്ചർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ ഹ്യൂൺസിയുടെ കൂടെ കുറച്ച് ഗേൾസ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യായിരുന്നു. ഹാജിൻ വന്ന് ഹ്യൂൺസിയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ജിഹിക്ക് അവനോട് ഒന്നും പറയുന്നില്ല. സുഹ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ ജിഹിക്ക് വന്ന് നിൽക്കുന്നു. അവൾ അവനെ കാണുന്നുണ്ട്. നിന്റെ ഫേസ് കണ്ടുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് അവൻ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു. ഇത് വായിക്കുന്ന സുഹ ഡൂമയും കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവന് മെസ്സേജ് ചെയ്യുന്നു. ജിഹക്ക് അവളെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ അവനെ നോക്കുന്നു. പക്ഷെ ജിഹക്ക് ഒരുപാട് സാഡായിരുന്നു. രാത്രി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഹ്യൂൺസോ അവൻ്റെ മദറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സിസ്റ്ററിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ സിസ്റ്ററിനെ എനിക്കും കാണണമെന്ന് യെറിൻ പറയുന്നു. എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ, ജസ്റ്റ് വെറുതെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് അവൾ പറയുന്നു.
മറ്റുള്ളവർ ഫോണിൽ സംസാരിക്കുന്നത് നീ എന്തിനാ കേൾക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. നിന്റെ ഈ ഇൻട്രസ്റ്റ് നീ നിർത്താൻ അവൻ പറയുന്നുണ്ട്. ഏറൻ അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഏറൻ അവന് ഒരു ഹാൻഡ് ക്രീം കൊടുക്കുന്നുണ്ട്. കാരണം അവൻ എപ്പോഴും ഗിത്താറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഏറനെ വെളിയിൽ നിന്ന് ആരോ വിളിക്കുന്നു. അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജീഹക്ക് സിയോജിനോട് സംസാരിക്കുന്നു. സൂഹ ഇപ്പോൾ താമസിക്കുന്നത് നല്ല പ്ലേസിലാണോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സൂഹയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണോ നീ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിച്ച് സിയോജിൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ജീഹക്ക് അവനെ തടഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ സൂഹയെ മീറ്റ് ചെയ്യില്ലെന്ന് പറയുന്നു. നീ എന്താ അവളുമായി ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണോ? ഈ കാര്യം നീ എന്തിനാ എന്നോട് പറയുന്നതെന്ന് സിയോജിൻ ചോദിക്കുന്നുണ്ട്. സൂഹയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുതെന്നല്ലേ നീ ഒരിക്കലും എന്നോട് പറഞ്ഞത്? നീ അവളെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ജീഹക്ക് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോയുടെ ഏറിൻ്റെയും ഇൻ്റർവ്യൂ ആണ്. അയക്കാനെ വിട്ടുവന്ന് എന്തിനാണെന്ന് ഹ്യൂൻസയോട് ആ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സോറി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്പ്രെഡാകുന്ന ഈ റൂമേഴ്സ് എല്ലാവരെയും ഹർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ആകുമെന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് അവൻ പറയുന്നു. ഈ ഇൻ്റർവ്യൂ ഹാജിനും ക്യൂൻജും കാണുന്നുണ്ട്. ഏറിനോട് നിന്റെ ഐഡൽ ആരാണെന്ന് ആ ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ ഏറിൻ ഹ്യൂൻസോന്ന് പറയുന്നു. ഹ്യൂൻസോട് ചോദിക്കുമ്പോൾ അവൻ ഏറെന്ന് പറയുന്നു. ഇത് കണ്ട് ഹാജിൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അവൻ കരയുന്നു. ക്യൂൻജങ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. രാത്രിയിൽ സൂഹ ജീഹക്കിനെ മീറ്റ് ചെയ്യുന്നു. അവൻ്റെ നെക്ലേസ് നോക്കി എനിക്ക് ഈ നെക്ലേസ് തരുമോയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് അവൾ പറയുന്നു. അവനത് ഊരി അവൾക്ക് കൊടുക്കുന്നുണ്ട്. നിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നു. അവർ രണ്ടുപേരും ഫയർ വർക്ക് ചെയ്യുന്നുണ്ട്. ജിയക്കിൻ്റെ കൂടെ അവസാനമായി കുറച്ച് ഹാപ്പി മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം അവൾ അവനോട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴേക്കും ബസ് വരുന്നുണ്ട്. അവൾ പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തടയുന്നു. അവൾ പോകുന്നില്ല. കാരണം സൂഹയ്ക്ക് അറിയാമായിരുന്നു ജിയക്ക് ഇന്ന് അവിടേക്ക് വന്നത് അവളുമായി ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്ന്. സോ അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. നീ എന്നോട് റീസൺ ചോദിക്കുന്നില്ലെന്ന് ജിയക്ക് ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അവൾ പറയുന്നു. ശരി, ഞാൻ ഇനി ഒരിക്കലും നിന്നെ കോൾ ചെയ്യില്ല. സ്കൂളിൽ വെച്ച് നിന്നെ കാണുമ്പോൾ നിന്നെ അറിയാത്ത പോലെ ഞാൻ പ്രിറ്റൻഡ് ചെയ്തോളാം. നിന്നെ ഒരിക്കലും മിസ്സും ചെയ്യില്ലെന്ന് അവൻ പറയുന്നു. അവൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ കരയായിരുന്നു. രണ്ടുപേരും ഒരുപാട് സാഡായിരുന്നു. സൂഹ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജിഹക്ക് അവളെ തടയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കൈ വിട്ട് അവൾ അവിടുന്ന് പോകുന്നു. ബസ്സിലിരുന്ന് അവൾ ഒരുപാട് കരയുന്നു. രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് എല്ലാം അവർ ഓർക്കുന്നുണ്ട്. ജിഹക്കും ഒരുപാട് സാഡായിരുന്നു. ഈ സീനിൽ ഹ്യൂൻസോ അവൻ്റെ സിസ്റ്ററിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. സിസ്റ്റർ അപ്പോൾ ജിഹക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. താൻ ജിഹക്കിനെ ഒരുപാട് മിസ് ചെയ്യുന്നും അവനെ കാണണമെന്നും സിസ്റ്റർ പറയുന്നു. ശരി, ഞാൻ അവനെ കൊണ്ടുവരാമെന്ന് ഹ്യൂൻസോ പറയുന്നുണ്ട്. ഹ്യൂൻസോയും ജിഹക്കിനെ കുറിച്ച് ആലോചിച്ച് സാഡായിരുന്നു. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് വീട്ടിൽ വന്ന് എല്ലാവരോടും പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറയുന്നു. അവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും പ്രോപ്പർ അല്ല. ജിഹക്ക് ഈ കാര്യം തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. ഗിത്താർ പ്ലേ ചെയ്ത് നീ പാട്ടും കൂടി പാടുമ്പോൾ നിന്റെ പാട്ട് ഋതുവിൻ്റെ കൂടെ പോകുന്നില്ലെന്ന് ഹാജിൻ പറയുന്നു. ഗിത്താർ പ്ലേ ചെയ്യാൻ നമ്മുടെ കൂടെ ആളില്ലെന്ന് ക്യൂൻജങ് പറയുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ച് ഹാജിൻ ദേഷിച്ച് അവിടുന്ന് പോകുന്നു. അവർ ഹ്യൂൻസിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ആരും ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നില്ല. എന്താ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ടൈമായോന്ന് ജിഹക്കിനോട് ജങ്ദോ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ജിഹക്ക് ദേഷ്യം വരുന്നു. എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് അവൻ പറയുന്നുണ്ട്. ഞങ്ങൾ നിന്നോട് ഒരു കാര്യം പറയാതിരുന്നത് നീ ഞങ്ങളുടെ ലീഡർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ജങ്ദോയും അവിടുന്ന് പോകുന്നു. എല്ലാവരുടെയും മൂഡ് ഡൗൺ ആയിരുന്നു. ടീച്ചർ ഇതെല്ലാം കാണുന്നുണ്ട്. ജിഹക്കിനെ നോക്കി എല്ലാത്തിനും പ്രഷർ ജിഹക്കിനുണ്ടെന്ന് ടീച്ചറിന് മനസ്സിലാകുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചർ ഹാരിയെ കാണാൻ വരുന്നു. ഐ ക്യാൻഡി മെമ്പേഴ്സിനെ ഇങ്ങനെ വിടാനാണോ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇത്രയും വലിയ കമ്പനിയുടെ പക്കൽ എന്തെങ്കിലും പവർ ഉണ്ടായിരിക്കണമെന്ന് ടീച്ചർ പറയുന്നു. കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർക്ക് വേണ്ടി ചെയ്തു.
പക്ഷേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവരാണെന്ന് ഹാരി പറയുന്നു. എനിക്ക് ആ കുട്ടികളെ നന്നായിട്ടറിയാം. കുറച്ച് വാശിയും മുൻകോപവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അവർ ഇന്നോസെൻ്റ് ആണ്. ഒരിക്കലും കള്ളം പറയില്ല. ഈ പ്രശ്നത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കമ്പനിക്ക് പറ്റില്ലെന്ന് ഹാരി പറയുന്നു. ജിഹക്കിനെ കുറിച്ച് ഈ സ്പ്രെഡ് ചെയ്യുന്ന റൂമേഴ്സ് എല്ലാം തെറ്റാണ്. കുറച്ച് ഓൺലൈൻ റൂമേഴ്സിന്റെ പേരിൽ ആ കുട്ടികളെ ഇങ്ങനെ വിടാൻ നിനക്കെങ്ങനെ തോന്നിയെന്ന് ടീച്ചർ ഹാരിയോട് ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും ഫേമസ് ആയതും ഇന്റർനെറ്റ് വഴിയാണെന്ന് ഹാരി പറയുന്നുണ്ട്. ടീച്ചർ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും പി അവിടേക്ക് വന്ന് ജെങ്തു ആരുമായി ഫൈറ്റ് ചെയ്യുന്നു പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ടീച്ചർ ആലോചിക്കുന്നുണ്ട്. ഇവർ ഒരിക്കലും ചേഞ്ച് ആകില്ലെന്ന് ഹാരിയും പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ജെങ്ഡോയുടെ ഫാദറിന്റെ ഗുണ്ടകൾ വന്ന് ജെങ്ഡയോട് അവരുടെ കൂടെ വരാൻ പറയുന്നു. താൻ വരില്ലെന്ന് അവൻ പറയുമ്പോൾ അവർ അവനെ ഫോഴ്സ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് ജിയൊക്കെ ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ജെങ്ഡോ പൂൾ ഹാളിൽ ഇരിക്കുകയാണ്. ഓക്യൂൻ അവിടേക്ക് വന്ന് നിന്റെ മുഖത്ത് ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് അവൻ പറയുമ്പോൾ നിന്റെ ഫാദറാണോ നിന്നിങ്ങനെ ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ അവളെ കിസ് ചെയ്യുന്നു. നീ എന്തായി ചെയ്തതെന്ന് ചോദിച്ച് അവൾ ഷോക്കാകുന്നുണ്ട്. മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഈ സീനിൽ ഡിയോമി ഐക്യാനയുടെ സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സൂഹ വന്ന് ഇത് കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാകുന്നു. താൻ ഈ സോങ് 30 ടൈംസ് കേട്ടു എന്ന് സൂഹ പറയുമ്പോൾ താൻ 50 ടൈംസ് കേട്ടു എന്ന് ഡിയോമി പറയുന്നു. നെക്സ്റ്റ് സീനിൽ ജെങ്തു പ്രാക്ടീസ് റൂമിലിരിക്കുകയാണ്. ജിഹക്ക് വന്ന് നിന്റെ ഫേസിന് ഇതെന്തു പറ്റി? നിന്റെ ഫാദറാണോ നിന്നിങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം എന്നെ കൊല്ലില്ല. എന്തായാലും എൻ്റെ ഫാദറുമായി ഞാൻ ഒരു ഡീലിലെത്തി. ഞാൻ ഈ ഗ്രൂപ്പ് വിടുകയാണെങ്കിൽ ഫാദർ ഇനി ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു എന്ന് ജെങ്തു പറയുന്നുണ്ട്. മറ്റു രണ്ടുപേരും അവരവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. ഇതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് ജിയൊക്കെ ആലോചിക്കുന്നുണ്ട്. ശരി, നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഐക്യാൻഡി ഗ്രൂപ്പ് വിടാമെന്ന് ജിയൊക്കെ പറയുന്നു. എല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ഐക്യാൻഡി ബാൻഡ് ഇല്ലെന്ന് പറഞ്ഞ് ജിഹക്ക് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ജെങ്തു ജിഹക്കിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ആ കോള് ആൻസർ ചെയ്യുന്നില്ല. എല്ലാ മെമ്പേഴ്സും അവരുടെ ബാൻഡിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ ഹ്യൂൻസോയും ഐക്യാൻഡിയെ കുറിച്ച് ആലോചിക്കുന്നു. അവന് സാഡായിരുന്നു. ജിഹക്ക് ബ്യൂൺഹിയെ കുറിച്ച് ആലോചിക്കുന്നു. ഇനി മുതൽ ഐക്യാൻഡി ഇല്ലെന്നും താൻ ഒറ്റയ്ക്കാണെന്നും ജിഹക്ക് മനസ്സിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മെമ്പേഴ്സ് എല്ലാം ഹാരിയെ കാണാൻ വരുന്നു. ഞങ്ങൾ ഐക്യാൻഡി ഗ്രൂപ്പ് വിടുകയാണെന്ന് അവർ ഹാരിയോട് പറയുന്നുണ്ട്. ജിഹക്ക് നിന്നിൽ നിന്നും ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചെന്ന് ഹാരി പറയുന്നു. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നു. ശരി, ഐക്യാൻഡി ഗ്രൂപ്പ് ഇനി മുതൽ ഇല്ലെന്ന കാര്യം ഞാൻ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തോളാം എന്ന് ഹാരി പറയുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോയും ഏറിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയോജിനും ഹാരി അവിടേക്ക് വരുന്നു. ഡേറ്റിംഗ് നീ അലോ ചെയ്യുന്നുണ്ടോ എന്ന് സിയോജിൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഹാരി പറയുന്നു. നിങ്ങളുടെ ഡുവറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഹ്യൂൻസോ അവൻ്റെ സോളോ ആൽബത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹാരി പറയുന്നു. സോങ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് സിയോജിനാണോ എന്ന് ഹ്യൂൻസോ ചോദിക്കുന്നു. നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് നീ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ഹാരി പറയുന്നു. കാര്യം എന്താണെന്ന് ഹ്യൂൻസോ ചോദിക്കുമ്പോൾ ഐക്യാൻഡി ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് സിയോജിൻ പറയുന്നു. ഹ്യൂൻസോയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല. കമ്പനി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരെല്ലാവരും ഐക്യാൻഡി ഗ്രൂപ്പ് വിടാൻ തീരുമാനിച്ചു എന്ന് ഹാരി പറയുന്നു. ഇത് കേട്ട് ഹ്യൂൻസോ ഒരുപാട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ജിഹക്കിനെ കോൾ ചെയ്യണോ വേണ്ടിയെന്ന് അവൻ ആലോചിക്കുന്നു. അതേസമയം ഇവിടെ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ വീട് വിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ആ വീട്ടിൽ സ്പെൻഡ് ചെയ്ത നല്ല മൊമെന്റ്സ് എല്ലാം ആലോചിക്കുന്നു. ജിഹക്ക് വീട്ടിലേക്ക് വരുന്നു. അവൻ സത്യത്തിൽ ഒറ്റയ്ക്കായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാഡായിരുന്നു. അവൻ അവൻ്റെ ഗിത്താർ കൊണ്ടുപോയി കത്തിക്കുന്നുണ്ട്.